ഏട്ടാ നിങ്ങൾക്ക് എവിടുന്ന് അത് കിട്ടിയേ? ഇതങ്ങനെ കിട്ടിയതൊന്നല്ല. ഇതങ്ങനെ നമുക്ക് എന്താ പറയുക, ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ഇന്നതാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവില്ല നമുക്ക്. തെറ്റിയാലോ? തെറ്റിയാല് അത് ഇന്നതാ ഈ ഒരു ഉരുളക്കിഴങ്ങാട് പോകും. പിന്നെ ഇപ്പത്തെ ഇട്ടത് ഉണ്ടോ നോക്കണ്ടോ? ഇതൊരു കഷ്ണം ഉണ്ടാവില്ല. അത് ബാക്കി ഒക്കെ കഴിച്ചു കഴിയും. അവസാനം ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്ന് പറയുന്നത്. അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ അത് എൻ്റെ ഏട്ടന് ഇടയ്ക്കുള്ളൊരു പരിപാടി കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി തരും. അത് ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്തായാലും ഇന്നത്തെ സ്പെഷ്യൽ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. ഉരുളക്കിഴങ്ങ് പൊരിച്ചതായിരുന്നു കേട്ടോ. അത് ജസ്റ്റ് ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുത്തതല്ല, നല്ല ഉരുളക്കിഴങ്ങ് എന്ത് ചെയ്യുക, ഉപ്പിട്ട് വേവിച്ച് എടുത്തതിൻ്റെ ശേഷം അത് നല്ലപോലെ ഉടച്ചെടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്തു, റവയും അരിപ്പൊടിയും കൂടി മിക്സാക്കി കുറച്ച് എള്ളും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയെടുത്തിട്ട് എന്ത് ചെയ്തു, ഒരു കവറിൻ്റെ ഉള്ളിലേക്ക്, ഞങ്ങളെടുത്തത് ആട്ടൻ്റെ കവറാട്ടോ, ആ ഒരു കവറിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഓയിൽ ആദ്യം ഒന്ന് തടവി കൊടുത്തു, ഒട്ടി പിടിക്കാതിരിക്കാൻ. എന്നിട്ട് ഈ മാവ് ജസ്റ്റ് അതിലേക്കൊന്ന് നിറച്ച് കൊടുത്തു. എന്നിട്ട് ആ കവറിൻ്റെ അറ്റം ഒന്ന് ഉരുക്കിയെടുത്തു കേട്ടോ, എയർ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുത്തു. എന്നിട്ട് നേരെ ഫ്രീസറിൻ്റെ ഉള്ളിൽ കയറ്റി. ഫ്രീസറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ അത് വെച്ച് ഒന്ന് സെറ്റായതിൻ്റെ ശേഷം അതെടുത്ത് പൊളിച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, നീളത്തിൽ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞങ്ങൾ എണ്ണയിലിട്ട് പൊരിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു.